കുട്ടനാട് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവർത്തിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം. സീറ്റ് ഏറ്റെടുക്കണമെന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണെന്ന് കെപിസിസി വക്താവ് അനിൽ ബോസ് പറഞ്ഞു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പേയ്മെന്റ് സീറ്റ് ആക്ഷേപമുണ്ടെങ്കിൽ ഒഴിവാക്കണമെന്നും അനിൽ ബോസ് പറഞ്ഞു. അതിനകത്ത് കോൺഗ്രസ് പാർട്ടി കുട്ടനാട്ടിൽ മത്സരിച്ചാൽ 100% ജയിക്കും. കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കും. കേരള കോൺഗ്രസ് ജോസഫിനെ കൊണ്ട് കഴിയും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത്? മുൻകാല അനുഭവം എന്താ നമുക്ക്? അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തുടർച്ചയായി 2 തവണ മത്സരിച്ചില്ലേ? അതിനുമുമ്പ് DAC മത്സരിച്ചില്ലേ? അതിനുമുമ്പ് ജേക്കബ് ഗ്രൂപ്പ് മത്സരിച്ചില്ലേ? അതിനുമുമ്പ് മാണി ഗ്രൂപ്പ് മത്സരിച്ചില്ലേ? അങ്ങനെ കുട്ടനാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് മുന്നണിയിൽ തന്നെ പല പാർട്ടികളാണ് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കുറി അത് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. സീറ്റ് പേയ്മെന്റ് സീറ്റാണെന്നടക്കമുള്ള ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി പറയുന്നുണ്ട്. ഇപ്പൊ എന്റെ ഈ തെളിവ് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ഈ തെളിവ് വല്ലതും ഉണ്ടോ? അപ്പൊ നമുക്ക് ഉത്തരവാദിത്വമില്ല, നമ്മൾ ബ്ലൈൻഡായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന കാര്യമില്ല. പക്ഷെ അത്തരം ആക്ഷേപങ്ങൾക്ക് ഇടം നൽകുന്ന പ്രവർത്തനം മുന്നണിയിൽ ഒരു പാർട്ടിയിൽ നിന്നും ഒരു നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് മൊത്തത്തിൽ ബാധിക്കുന്നത് പാർട്ടിയെയും മുന്നണിയെയുമാണ്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നിലവിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കുട്ടനാട് ഏറ്റെടുക്കുന്ന ഒരു ആലോചനയിലേക്ക് പോയിട്ടില്ല. പക്ഷെ പരസ്യമായി തന്നെ ഇപ്പോൾ അനിൽ ബോസ് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. അദ്ദേഹം KPCCയുടെ വക്താവുമാണ്. ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ആ പ്രതികരണം കോൺഗ്രസിന്റെ പൊതുവികാരമായി മനസ്സിലാക്കേണ്ടി വരുമോ? ശ്രുതി, കാലങ്ങളായിട്ടുള്ള ചർച്ചയാണ് കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്നുള്ളത്. ഇത് മുന്നണിയിൽ ഇപ്പോൾ LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും CPM-നും തന്നെ കോൺഗ്രസിനും വലിയ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് കുട്ടനാട്. പക്ഷേ 2 മുന്നണിയിലും ഇത് ഘടകകക്ഷികൾ മത്സരിക്കുന്നതാണ്. കോൺഗ്രസിൽ UDF-ൽ പ്രത്യേകിച്ച് കാലങ്ങളായി ആ സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്നും അടർത്തിയെടുക്കാൻ പല സീറ്റ് വേണമെന്നുള്ള ആവശ്യമുണ്ട്. ഇപ്രാവശ്യം എന്താണെങ്കിൽ ഇന്ന് വൈകിട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ട്. അതായത് ഈ സീറ്റ് ഇത്തവണ കേരള കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ പാടുകയില്ല. കാരണം ഇത് ഇത്തവണ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് കേരള കോൺഗ്രസ് ജോസഫിന്, അതും പേയ്മെന്റ് സീറ്റ് എന്ന ആക്ഷേപം നിലനിൽക്കെ അവിടെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിൽ മുതിർന്ന പ്രധാനപ്പെട്ട 3 നേതാക്കൾ അവിടേക്ക് മത്സരിക്കാൻ സന്നദ്ധരായി ആ ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജോസഫ് ആണെങ്കിലും ഒപ്പം തന്നെ KPCC ഇപ്പോൾ പ്രതികരണം നൽകിയ വക്താവായിട്ടുള്ള അനിൽ ബോസ്, ഒപ്പം തന്നെ ആലപ്പുഴ DCC സെക്രട്ടറി സജി ജോസഫ് അടക്കം 3 കോൺഗ്രസ് നേതാക്കൾ കുട്ടനാട്ടിലേക്ക് കണ്ണുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫിന്റെ സീറ്റ് അവർ മത്സരിക്കുകയാണെങ്കിൽ 100% പരാജയപ്പെടും. പാർട്ടി ചിഹ്നത്തിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ കോൺഗ്രസ് അത് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ്. എന്താണെങ്കിലും അത് ചർച്ചയിൽ എന്താകും, നിലവിൽ അത് കേരള കോൺഗ്രസ് ജോസഫിനെ തന്നെ കൊടുക്കാനാണ് സാധ്യത ഏറെ. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.